നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പവിത്ര 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 ദർശനേ ദർശന എന്താ 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 പറ്റിയത്? ഇവിടെ അവർ അമ്പലത്തിൽ പോയിട്ട് വന്നില്ലല്ലോ. എന്താ കാര്യം? എന്താ എന്താ അളിയാ? എന്ത് പറ്റി? നീ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചേ. അവരുടെ ജീവൻ അപകടത്തിലാ. എന്താ ഇത്? എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്? കാര്യം എന്താന്ന് പറ. എനിക്കാകെ പേടിയാവുന്നു. ദൈവമേ, അവർക്ക് എന്തെങ്കിലും പറ്റിയാല്. അവർക്ക് എന്താ അപകടം പറ്റാനാ? ഇത് നോക്കി. അയ്യോ അയ്യോ ഇത് അയ്യോ എന്താ പവിയേട്ടാ? എന്താ ചേച്ചി? അയ്യോ അയ്യോ എന്താ ബഹളം? എന്താ മോനെ, ഈ പത്രത്തിൽ നോക്കടാ. നീ ഇത് നോക്ക് മോനെ. അയ്യോ ഗിരിജ, നീ വേഗം അവരെ ഒന്ന് വിളിച്ചേ. സങ്കടപ്പെടല്ലേ, പെട്ടെന്ന് വിളിക്കേ. അവർക്കൊന്നുമില്ല. ഈശ്വര, എന്താ ദർശനെ വിളിക്കാം. മോളെ, നീ എന്നെ ഫോൺ എടുത്തോണ്ടോ? എന്തായി ഗിരിജ? രൂപേഷ്, ഒന്നുമില്ലടാ. എന്താ? ചേച്ചിയുടെ ഫോണ് കിട്ടുന്നില്ല. ദർശനയുടെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമെന്നാ എന്റെ പേടി. അയ്യോ എന്റെ അളിയ, അങ്ങനൊന്നും പറയല്ലേ. ഇതാരോ കളിപ്പിക്കാൻ വേണ്ടി കൊടുത്ത വാർത്തയാ അത്. കളിപ്പിക്കാൻ വേണ്ടി തമാശക്ക് കൊടുക്കുന്ന വാർത്തയാണോ ഇത്? എന്റെ അമ്മയ്ക്ക് ദർശനയ്ക്ക് എന്തെങ്കിലും പറ്റി കാണും. എടാ, നീ അങ്ങനൊന്നും പറയല്ലേ. അങ്കിളെ, എങ്ങനെയെങ്കിലും അവരൊന്ന് രക്ഷിക്കണം. കരയില്ലേ മോളെ, പേടിക്കണ്ട മോനെ. അവർക്കൊന്നും പറ്റി കാണില്ല. പവിത്ര, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകണം. വാ, അമ്പലത്തിലേക്ക് പോകാൻ വരട്ടെ. ആദ്യം പോലീസ് സ്റ്റേഷൻ വിളിച്ച് പരാതി പറയണം. ഈ വാർത്ത പത്രത്തിൽ കൊടുത്താരാ? നിങ്ങളാരെങ്കിലും ആണോ? അങ്കിളെ, ഈ വാർത്ത പത്രത്തിൽ കൊടുത്തത് അങ്കിളാണോ? ഞാനോ? നീ വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വാർത്ത പത്രത്തിൽ കൊടുക്കുന്നത്? അവരമ്പലത്തിൽ പോയത് രാവിലെ അല്ലേ? പിന്നെ എങ്ങനെ ഈ പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്? ഇത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ആരും ചെയ്തതല്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. ആരോ കരുതിക്കൂട്ടി ചെയ്തതാ. കരുതിക്കൂട്ടി ചെയ്തെന്ന് പറഞ്ഞു? അമ്പലത്തിൽ പോയ ഏട്ടത്തെയും ദർശനയെയും കാർ അപകടത്തിൽ കൊലപ്പെടുത്താൻ ആരോ തീരുമാനിച്ചിരിക്കുന്നു. അവരെ കൊല്ലാൻ ആരോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹലോ, എന്തായി കാര്യങ്ങൾ? വിവരം വല്ലതും കിട്ടിയോ? ഇറങ്ങിയോ? ഓക്കെ, ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മതി. ഓക്കെ. എന്തായി? അവരോടൊന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അവനോട് വളരെ ശ്രദ്ധിക്കാൻ പറയണം. ഒരു കാരണവശാലും ആർക്കും സംശയം തോന്നരുത്. തോന്നിക്കഴിഞ്ഞാ തിരിച്ചു നേരെ കോയമ്പത്തൂരേക്ക് പോയിക്കോളാൻ പറയണം. ദർശനയുടെ എല്ലാ നീക്കങ്ങളും നമുക്കറിയണം. അവളുടെ പിന്നാലെ നമ്മുടെ ആളുണ്ടാവണം. ഒരു സംശയത്തിന് ഇട കൊടുക്കാൻ ചെയ്യരുത്. ശരി, ആർക്കും സംശയം തോന്നാത്ത ഒരാളെ തന്നെ ഇതിനുപയോഗിക്കാം. ഇപ്പൊ തന്നെ ഞാൻ അതിനു വേണ്ട ഏർപ്പാട് ചെയ്യാം. ഇനിയും സമയം വൈകരുത്. യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടും. ഉടനെ തന്നെ അത് കണ്ടെത്താൻ കഴിയും. ഇത് ചെയ്തവരാരായാലും അവര് വളരെ ബുദ്ധിമാന്മാരാ. എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടാ അവരിത് ചെയ്തിരിക്കുന്നത്. ഓരോ തെളിവുകളുടെ പിന്നാലെ പോകുമ്പോഴും അവസാനം അത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ചെന്ന് നിൽക്കും. ആ ഗുണ്ടയെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിച്ചത് ആരായാലും അവരിപ്പോഴും കാണാൻ മറയത്ത് നിന്ന് കരുക്കൾ നീക്കുന്നുണ്ട്.
മരവത്തൂരിലെ ആദ്യത്തെ മരണം. നിലവിളികൾ തുടങ്ങാൻ സമയമായി. മരവത്തൂരിലെ ആദ്യത്തെ മരണം. നിലവിളികൾ തുടങ്ങാൻ സമയമായി. എന്താ എന്തു പറ്റി? ഒരു വണ്ടി കുറെ സമയം കൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. സൈഡ് കൊടുത്തിട്ട് കയറി പോകുന്നുമില്ല. അയ്യോ, അയ്യോ അണ്ണി വേഗം വിട്ടോ, നല്ല സ്പീഡ് കൂട്ട്. ശ്ശോ. അയ്യോ ഈശ്വരാ, വേഗം മോളെ. അയ്യോ അമ്മേ, വിഷ്ണു വേഗം. വേഗം വിട്ടോ. അയ്യോ അമ്മേ, താക്കോലേ. അമ്മേ അമ്മേ, അമ്മ പേടിക്കണ്ട മോളെ. അയ്യോ അമ്മേ അമ്മേ മോളെ. ഒരു വണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഇടിക്കാൻ വന്നു. വേഗം വിട്. ഈശ്വരാ. അതെ, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. ഞങ്ങളെ രക്ഷിക്കണം സാർ. ഓക്കെ. ആരെയാ മോളെ? ഞാൻ അരുൺ സാറിനെ വിളിച്ചത് അമ്മേ. കരയില്ല മോളെ, കരയണ്ട. സർ, സ്ഥിരം പോകുന്ന ഒരു അമ്പലമാണത്. ഓക്കെ സർ, ശരി. എന്തായി പവിത്ര? തങ്ങളെ എന്തായി? പോലീസുകാരെന്താ പറഞ്ഞേ? എടാ, ഫ്ലൈയിങ് സ്ക്വാഡ് ഇപ്പോൾ തന്നെ അവിടേക്ക് ചെല്ലും. അവരന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അവരെ ആരും അപായപ്പെടുത്താൻ ശ്രമിക്കുക.